ഇന്ത്യയും താലിബാനും ഒരു വമ്പൻ ഡീൽ ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. താലിബാൻ ഇന്ത്യയിൽ വന്ന് ചർച്ച നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ മാധ്യമപ്രവർത്തകരെ താലിബാൻ്റെ എംബസിക്കകത്ത് പ്രവേശിപ്പിക്കാത്തത്, സ്ത്രീ മാധ്യമപ്രവർത്തകരെ, വനിതാ മാധ്യമപ്രവർത്തകരെ അതിനകത്ത് പ്രവേശിപ്പിക്കാത്തതാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ ഗ്യാസ് പൈപ്പ് ലൈനെ കുറിച്ചാണെന്ന് അറിയാൻ സാധിക്കുന്നു. തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് വന്ന് കയറും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിലെ ക്വറ്റ വഴി നേരെ ഇന്ത്യയിലേക്ക് എത്തുന്ന ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ ഉണ്ട്. ആ ഗ്യാസ് പൈപ്പ് ലൈൻ ഇടുന്നതിനെക്കുറിച്ചാണ് കൂടുതലായിട്ടും അവിടെ ചർച്ച നടന്നത്. യഥാർത്ഥത്തിൽ ഈ ഗ്യാസ് പൈപ്പ് ലൈൻ വരേണ്ടത് ഇന്ത്യക്ക് മാത്രമല്ല പാകിസ്ഥാനും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം ഊർജ്ജ പ്രതിസന്ധി പാകിസ്ഥാൻ ഇപ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനൊരു ഗ്യാസ് പൈപ്പ് ലൈൻ തുർക്ക്മെനിസ്ഥാനിൽ നിന്നും വന്നു കഴിഞ്ഞാൽ, പാകിസ്ഥാനകത്ത് വഴി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന് വലിയ രീതിയിൽ വാതകം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പോരാത്തതിന് ഇന്ത്യയും വലിയ രീതിയിൽ വാതകം തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം മാത്രമാണ് ഈ ഗ്യാസ് പൈപ്പ് ലൈൻ ഇടാനായിട്ട് ഇതിൽ തിരിഞ്ഞു നിൽക്കുന്നത്. കാരണം ഹൈ ടെൻഷൻ മോഡിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ അകത്തൂടെയുള്ള ഒരു സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് വലിയ റിസ്കി ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാരണം പാകിസ്ഥാനകത്ത് നിന്ന് അവർക്ക് സപ്ലൈ കട്ട് ചെയ്യാൻ സാധിക്കും, ഇന്ത്യയിലേക്ക് വരുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ്റെ സപ്ലൈ കട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഇതിൽ കൂടുതലായിട്ട് നിക്ഷേപിക്കാനുള്ള ഒരു ഭയം കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നു. പക്ഷേ ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ നിക്ഷേപിക്കാനായിട്ട് ഭയം കാണിക്കുന്നുവെങ്കിലും പാകിസ്ഥാന് കൂടെ ഉപകാരമുള്ള പദ്ധതി ആയതുകൊണ്ട് 2000 തന്നെ പാകിസ്ഥാൻ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചിരുന്നു. 2010 ആയപ്പോൾ പാകിസ്ഥാൻ അഷ്പാഗഡ് എഗ്രിമെൻറ്റിലും ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നടക്കേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ് എന്നാണ് കൃത്യമായിട്ട് ഇന്ത്യയും താലിബാനും കൂടെ ചർച്ച ചെയ്തപ്പോൾ അവരുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.